ഹായ് ഹലോ എവ്രി വൺ. സജിന ആൻഡ് ഫിറോസ് വിഷയം പ്ലസ് കുട്ടി ഫയൽസ്. സംഗതി ഞാൻ ആ ലാസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ മുതൽ അതിൻ്റെ ആ വീഡിയോ ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് സിനിമാ ഫീൽഡിലുള്ളവരും പിന്നെ കുറച്ച് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും എന്നെ പേഴ്സണലി അറിയാവുന്നവരും ഞാൻ നല്ല ബന്ധത്തിലുള്ള ആൾക്കാരും ഐ റെസ്പെക്റ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ. അവരെന്നെ വിളിച്ചു, വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു, സായി ഇങ്ങനെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഇത് സായിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, എങ്ങനെ ഏത് രീതിയിലുള്ള സെറ്റിൽമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നടത്താമെന്നൊക്കെയാണ് ഓഫേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൂക്കുട്ടി നിനക്ക് എന്നെ മേടിക്കാൻ പറ്റില്ല. ഓക്കെ, എൻ്റെ നാട്ടിൽ ഒരുത്തൻ്റെ കണ്ണീരും ഒരുത്തൻ്റെ ജീവിതം തൊലഞ്ഞത് നിങ്ങൾ തൊലച്ചത്, അതാണ് എൻ്റെ വിഷയം. അല്ലാതെ സജിനിയും കുട്ടിയും തമ്മിൽ എന്ത് വേണേ അയക്കുമോ, ഐ ഡോണ്ട് കെയർ. നാളെ തൊട്ടിൽ കെട്ടി കുട്ടീനെ ആട്ടിയാലും എനിക്കതൊരു വിഷയമുള്ള കേസല്ല. ഓക്കെ, പിന്നെ ഞാനായിട്ടൊന്നുമല്ല ഈ വിഷയം വന്ന് പുറത്ത് പറഞ്ഞത്. സജിനെ ഒരു ഭ്രാന്ത് മൂത്തിട്ട് ഒരു ദിവസം രാത്രി ലൈവ് ഇട്ടത് നാട്ടുകാരിൽ അത്യാവശ്യം എല്ലാവരും കണ്ട വിഷയമാണ്. സ്റ്റോറി ഇട്ടത് നാട്ടുകാരെല്ലാവരും കണ്ട വിഷയമാണ്. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പം എൻ്റെ ബേസിക് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെ വിളിച്ചവരോട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെന്താ റസൂൽ പൂക്കുട്ടിക്ക് എന്നെ വിളിച്ച വല്ല സീനും ഉണ്ടോ? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ലല്ലോ. എന്നോട് വിളിച്ച് പറഞ്ഞ മാന്യമായിട്ട് ഞാനും സംസാരിക്കും, അയക്കും സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ക്ലിയറായിട്ട് പറയും, എൻ്റെ നാട്ടിൽ ആ ചെക്കൻ്റെ വിഷയം തീർത്തു കൊടുക്കണം. കള്ളക്കേസാണ്. ആ കള്ളക്കേസാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നതിൻ്റെ വോയിസും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഞാൻ അയാളോട് നേരിട്ട് പറയും. അപ്പോൾ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ വിളിച്ചില്ല, കുഴപ്പമില്ല. നിങ്ങൾ ആരൊക്കെ കൊണ്ടാണോ എന്നെ വിളിപ്പിച്ച് അവരോടൊക്കെ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ പൂക്കുട്ടി, എൻ്റെ കയ്യിൽ നിങ്ങൾ തന്നെ ഒരു കേസ് കൊടുക്കുമ്പോൾ അതൊരു ബലത്തിന് വേണ്ടിയിട്ട് കാറ് കൊണ്ടുപോയി തെഫ്റ്റ് കേസ് കൊടുത്തപ്പോൾ കാറിനകത്ത് സ്വർണ്ണമുണ്ട് എന്നുള്ളൊരു ഫേക്ക് സാധനം കൂടി നിങ്ങൾ വെച്ചാൽ കൊടുത്തത്. അതിലാ ചെക്കൻ ശരിക്കും വിട്ടുപോയി. അവനിനി നിങ്ങളുടെ ഈ 1,00,000 ചില്ലറ രൂപ വേണ്ട. ഓക്കെ, കാർ അവൻ തിരിച്ച് കേസ് കഴിഞ്ഞെടുത്ത് നിങ്ങൾ അവനിട്ട് കൊടുത്ത പൈസ അവൻ തിരിച്ചു തരും. പക്ഷേ അവൻ്റെ മാനാഭിമാനം നിങ്ങൾ കളഞ്ഞു. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി നിങ്ങൾ മുഖം കാണിക്കണമെന്നോ നിങ്ങളെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ മാന്യമായിട്ട് ഒരു വോയിസ് ഒന്നില്ലെങ്കിൽ അവനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ കൊണ്ടാണോ എന്നെ വിളിപ്പിച്ച് അവർക്ക് അയച്ചു കൊടുക്കുക. അതൊരു ഫേക്ക് അലിഗേഷൻ ആയിരുന്നു. കാർ എടുത്തുകൊണ്ട് അവൻ പോയിട്ടുണ്ട്, അതിൻ്റെ കേസ് അവൻ നടത്തിക്കോട്ടെ. അവന് കിട്ടാനുള്ള പൈസ കിട്ടാതായപ്പോൾ അവൻ കാർ അവൻ ഫ്ലാറ്റിൽ നിന്ന് എടുത്തു. ഓക്കെ, അതിൻ്റെ എന്ത് സൈഡാണോ നിയമപരമായിട്ട് അത് ചെയ്തോ. പക്ഷെ കാറിനത് സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളക്കേസ്, ഒരാളെ സ്വർണം കള്ളനാക്കിയ കള്ളക്കേസ്, അത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഫേക്കായിട്ട് കേസ് ബലപ്പെടുത്താൻ വേണ്ടി കൊടുത്തതാന്നുള്ളത് അവനോടൊരു മാപ്പും പറഞ്ഞ് അത് പൊതുസമൂഹത്തിനെ അറിയിച്ചൊരു വോയിസ് ഇട്ട് നിങ്ങൾ പൊയ്ക്കോന്നാണ് ഞാൻ വെച്ച ഡിമാൻഡ്. ഓക്കെ, ഞാൻ ഇന്നറിയാൻ കഴിഞ്ഞത്, കുറച്ച് മീഡിയ ഞാൻ അക്ബറിൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, അയ്യോ പൂക്കുട്ടീൻ്റെ വിഷയമാണെങ്കിൽ പറയണ്ട, ചാനലടിച്ച് പോകും, ചാനലടിച്ച് കളയുന്നൊക്കെ. പാവങ്ങൾ, അവരെ എന്താ പറയുക, കഞ്ഞിൽ നിങ്ങൾക്ക് പാറ്റിടാം. ഇനിയൊക്കെ നമ്മൾ അടിച്ച് പൂട്ടിച്ചാലും വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. ഞാൻ ഇനി 10 ചാനലൊക്കെ തുടങ്ങി വരും, മനസ്സിലായോ? അങ്ങനെ തുടങ്ങിയതാണ്. ഞാനിപ്പോൾ ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല അത്. ഓക്കെ, ഇതേപോലെ ഫോൺ ഓണാക്കി വെച്ച് സംസാരിച്ച് തുടങ്ങിയ വിഷയമാണ്. നാളെ ഇതേപോലെ ഫോൺ ഓണാക്കി വെച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നെ ഒന്നാകെ തീർത്തുകളയേണ്ടി വരും. അതിനുള്ള പരിപാടിയൊന്നും ഒക്കൂല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. കേസ് കൊടുക്കുമ്പോൾ കേസ് ബലപ്പെടാൻ വേണ്ടി അവന് കൊടുക്കാൻ ഓർമ്മേഷൻ കൊടുത്തിട്ട് ഈ കേസ് നമുക്ക് വിഡ്രോ ചെയ്യാം, നമ്മളെല്ലാം വിഡ്രോ ചെയ്യാം. നമുക്ക് അതിൽ കോടതി പറഞ്ഞാൽ പ്രശ്നം തീരുന്നില്ല. കേസ് വിഡ്രോ ചെയ്യാം, പരാതിയില്ല നമ്മൾ കോടതി പറഞ്ഞാലോ. 1,00,000 രൂപയോ എത്രയോ അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് തീർക്കാം, കേസ് വിഡ്രോ ചെയ്യാം. റസൂൽ പൂക്കുട്ടിയാണ് പറയുന്നത്. ആൻഡ് കേസ് ബലപ്പെടാൻ വേണ്ടി നമ്മളന്ന് ഇട്ട് കൊടുത്തതാണത്. ഏത് സ്വർണത്തിൻ്റെ കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ സജിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിനക്കെന്തറിയാം സ്വർണ്ണമുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ്. സജിനേൻ്റെ ഒരു കുറേ തെളിവുണ്ടെന്നൊക്കെയാണ് സജിന പറഞ്ഞത്. ഈ സ്വർണ്ണം അതിനകത്ത് കാറിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന് സജിനേൻ്റെ ഒരു തെളിവുണ്ട് എന്നുള്ളത്. സജിന പുറത്ത് വിട്ടോ? എന്തോ എനിക്ക് പേഴ്സണലി എന്തൊക്കെയോ അയച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CCTV വിഷ്വലോ സാധനമൊക്കെ. എനിക്ക് ഇതായിട്ട് ഇന്നേവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറെ കുറേ ഭീഷണികളുണ്ടായിരുന്നു. ഐ നെവർ മൈൻഡ്, ബിക്കോസ് ഇവിടെ ഒരാളുടെ കണ്ണീരും ഒരാളുടെ ജീവിതം ഇല്ലാതായതും അവൻ്റെ ജീവിതം തകർത്ത് വിട്ടതും ഞാൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടതാണ്, മനസ്സിലായോ? അയാളെ കണ്ണീര്. അപ്പം ഞാൻ അതിന് വേണ്ടി സംസാരിക്കും.
അവിടെയാണ് ന്യായം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് സജനയുടെ ഒപ്പം നിൽക്കുന്നവർക്കും അറിയാം, റസൂലിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും അറിയാം ആ ചെക്കനെ എങ്ങനെയാണ് മാറ്റിയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഓഡിയോ ഇനിയിപ്പോൾ പൂക്കുട്ടിയുടെ അല്ല എന്നുള്ള പൂക്കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച സ്ക്രീൻഷോട്ടിൻ്റെ സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. 34 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു കാറിൻ്റെ പോർഷൻ മാത്രമേ, എനിക്കത് മാത്രമേ താല്പര്യമുള്ളൂ. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളും സജിനിയും തൊട്ടിൽ കെട്ടി കുട്ടീനാട്ട് എന്ത് കലാപരിപാടിയാണെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. അതൊക്കെ മെച്ചുവറായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഐ വിൽ സപ്പോർട്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാതെ അതിലൊന്നും ഞാൻ എതിരായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ്. ഒരു മനുഷ്യൻ്റെ ആരെ സ്നേഹിക്കണം, ആരെ ഇഷ്ടപ്പെടണം, ആരൊപ്പം നടക്കണം, അതൊക്കെ പേഴ്സണലി അവരുടെ താല്പര്യം. അൺടിൽ അൺലെസ് അതൊരു കോംപ്ലിക്കേഷനായി പോലീസ് കേസൊക്കെ പുറത്ത് വരുമ്പോൾ മാത്രമേ അതിൽ ഞാൻ അങ്ങനെ ഇടപെടാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ എടുത്തു വെച്ച് കൊണ്ടുവന്ന് ഞാനായിട്ടൊന്നും റിവീൽ ചെയ്യാറൊന്നുമില്ല. സച്ചിൻ തന്നെ ലൈവ് ഇട്ടപ്പോഴാണ് ഇതൊക്കെ റിവീലായത്. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ കാറുകാരൻ്റെ വിഷയമാണ് ഇവിടെ പറയാനുള്ളത്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഈ സൈഡിൽ കാണുന്നതാണ് ഈ BMW കാറ്. 2012 മോഡലാണ്. എൻ്റെ തോട്ടിൽ ആ ചെക്കൻ പറഞ്ഞ മോഡൽ 2012 അവൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മോഡലൊക്കെ മറന്നു. 2012 മോഡലാണ്, BMW ആണ്. ഓക്കെ, എക്സീരിയസ് ആണ്. ഈ വണ്ടി മലപ്പുറത്തുനിന്ന് ഇതേമാതിരി ഓൺലൈനിൽ കാണുന്നു, ഇവർ മെസ്സേജ് അയക്കുന്നു, ഡീലാവുന്നു. തിരുവനന്തപുരത്തേക്ക് ഈ ചെക്കൻ കൊണ്ടുപോയി ഡെലിവറി കൊടുക്കുന്നതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഈ കാറ് ഡെലിവറി കിട്ടിയതിന് ശേഷം ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ചെക്കനും പറഞ്ഞിട്ടുണ്ട് ഇതിന് സൈഡ് മിററിന് പ്രശ്നമുണ്ട്. ഓക്കെ, അത് ശരിയാക്കി തരാം. പിന്നെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഓൾറെഡി ഇവർ പ്രൊമോഷൻ ചെയ്ത് 2 ലക്ഷം രൂപ കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞ ഐറ്റം ആയിരുന്നത്. അപ്പോൾ ഇവൻ ഓൾറെഡി പറഞ്ഞു ഇവൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു കാര്യം ഇവനില്ല. അവന് അത്യാവശ്യം ഇവൻ തന്നെ നല്ലൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട് ഇവൻ്റെ ഈ കാറ് കച്ചവടത്തിന്, സെക്കൻഡ് ഹാൻഡ് കാറ് കച്ചവടത്തിന്. പിന്നെ മലപ്പുറത്ത് ഇഷ്ടം പോലെ വ്ളോഗേഴ്സ് ഉണ്ട്. 2 ലക്ഷം റുപ്യൊന്നും വേണ്ട, 20,000 10,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ചിൽ എന്ത് ചെയ്ത് കൊടുക്കും, പ്രൊഫൈലിൽ വീഡിയോ സെറ്റാക്കി കൊടുക്കും. ഓക്കെ, അതിന് സജിനേൻ്റെ ഈ പ്രൊഫൈലിൽ ഇട്ടിട്ട് കയറുന്ന റീച്ച് 2 ലക്ഷം രൂപേൻ്റെ റീച്ചൊന്നും പോകാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞതുമാണ്. പിന്നെയും ഈ 8:30 എന്ന് പറഞ്ഞ സംഖ്യയിൽ നിന്ന് വീണ്ടും അത് 8 ലക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. മനസ്സിലായോ? പിന്നെ സജിന പറയുന്നു 8 ലക്ഷം രൂപയും തന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ. അത് അവൻ്റെ മാന്യത. ഒരു കാറ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ കാറ് അങ്ങനെ കൊടുക്കുന്ന വീഡിയോ ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താ, നിങ്ങളുടെ ആരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയത് എന്നുള്ളതും അത് ഏതൊക്കെ വ്യക്തികളാണെന്നുള്ളതും എനിക്കറിയാം. അവരും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം അവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതും ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടതിൻ്റെ കഥയൊക്കെ അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സജിന ഇനി അത് വന്ന് പറയാൻ നിൽക്കണ്ട. സജിന തന്നെ എന്നോട് പറഞ്ഞതാണ് ഈ ചെക്കന് ഇനിയും പൈസ കൊടുക്കാൻ ബാക്കിയാണ്. ഓക്കെ, റസൂലും ഇതിൽ പറയുന്നുണ്ട് വോയിസിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. മാന്യമായിട്ട് ആ പൈസ കൊടുത്ത് ഒഴിവാക്കണവനെ, അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ആ പൈസ കൊടുത്ത് ഒഴിവാക്കണം. അവന് നിങ്ങളുടെ ഈ പൈസേൻ്റെ ആവശ്യമില്ല. കാറ് കേസ് കഴിഞ്ഞ് അവൻ മേടിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്ത പൈസ അവൻ തിരിച്ചു വന്നോളൂ. ഓക്കെ, എന്തുവാടെ ഇത്, ഒരുത്തൻ്റെ ജീവിതം കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ വിഷയങ്ങളാവുന്നു, ഇവർ തമ്മിൽ വർത്തമാനമാവുന്നു. 1-2 പറഞ്ഞ് പൈസ കിട്ടില്ല എന്നുള്ളൊരവസ്ഥ ഇവന് മനസ്സിലായി. ഇവരുടെ മൂഡ് മനസ്സിലായി. ഇവന് പൈസ കിട്ടില്ല എന്നുള്ളത് ഇവന് മനസ്സിലായി. ഏകദേശം 1 ലക്ഷത്തി ചില്ലറ രൂപ കിട്ടാൻ പോകണില്ല എന്നുള്ളത്. അങ്ങനെ ഇവൻ ഈ കാറ് എടുക്കാൻ വേണ്ടി സ്കെച്ച് ചെയ്തു. ഇവരുടെ തന്നെ ഈ സജിനേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിനടിയിൽ ഈ കാറ് ലൊക്കേറ്റ് ചെയ്തൊരു ദിവസം ഇവൻ ആ കാർ അവിടെ പോയി എടുത്തോളൂ. 1 ചില്ലറ രൂപ കിട്ടാൻ ഒരു കച്ചവടത്തിൽ, അത് ഒരു മാർജിനില്ല, 10-20,000 രൂപ മാർജിനിൽ കൊടുത്തൊരു വണ്ടി, ആ വണ്ടി തിരിച്ചോ എടുത്തു കൊണ്ടുവന്നു അവൻ്റെ യാർഡ് കൊണ്ടുവന്നിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത് സ്വന്തം ഫ്ലാറ്റിൻ്റെ അടിയിൽ നിന്ന് കാറ് പോയത്. ഈ 6 പവൻ 6.5 പവൻ സ്വർണ്ണം ഇരിക്കുന്ന ബാഗ് അടക്കമുള്ള കാറ് സ്വന്തമല്ല ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൻ്റെ അടിയിൽ നിന്ന് പോയത് അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്. എങ്ങനെ ഇരിക്കുന്നു ഈ ഇപ്പോഴത്തേക്ക് സ്വർണത്തിൻ്റെ റേറ്റിന്? ഒരു പൊടി സ്വർണ്ണമെങ്കിലും ഒരാളെ എവിടെയെങ്കിലും വെച്ചിട്ട് കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു. ആ 2 ദിവസം കാറിനകത്ത് വെച്ചത് 6.5 പവൻ കൊള്ളാം. അതിനുള്ള ന്യായീകരണമൊക്കെ വേറെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാൻ കൊണ്ടുവരുന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഇതാണ് ആ കാറിൻ്റെ കേസ്. എന്നിട്ട് ഈ ചെക്കനെതിരെ കള്ളക്കേസ് കൊടുക്കും. ഏത് കാറ് പോയപ്പോൾ അതിനകത്ത് സ്വർണം പോയി എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനെ പോലീസ് അന്വേഷിച്ച് വരുന്നു. പൂക്കുട്ടിക്ക് അത് പല രീതിയിൽ, പൂക്കുട്ടിക്കാൻ്റെ അഡ്വക്കേറ്റാണ് ഈ ചെക്കനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിലിടപെട്ടത്. പിന്നെ മുഖ്യമന്ത്രീൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു, DIGയെ വിളിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവനെ വീട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്ത് ചെക്കനെ.
വീട്ടിൽ നിന്ന് പൊക്കി 8 ദിവസം അകത്ത് കിടന്നു. മരഡനീഷോ മറ്റേ ടീംസൊക്കെ ഉള്ള ജയിലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആ കഥകളൊക്കെ വേറെ കഥ ജയിലിൽ നിന്ന് കിട്ടി. ഇതൊക്കെ ഓൻ അനുഭവിച്ചല്ല. ഇനിയിപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ്റെ അനുഭവങ്ങളാണ്. ആ കണ്ണീര് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴും അവിടെ. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും കണ്ണിച്ചോരുണ്ടെന്നുണ്ടെങ്കിൽ, മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, സജിനിയും കുട്ടിക്കും കൂടി ഈ സാധനം എന്ത് ചെയ്യും, ആ ചെക്കൻ ഒഴിവാക്കി കൊടുക്കും. എന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോവും. മനസ്സിലായില്ലേ? പിന്നെ പബ്ലിക്കിൽ വരുന്ന സാധനങ്ങളല്ലാതെ ഞാനായിട്ട് വേറെ സാധനമൊന്നും എടുത്ത് വെച്ച് ഓഡിറ്റ് ചെയ്യില്ല. എൻ്റെ കയ്യിലുള്ള ഈ സാധനങ്ങളൊന്നും പുറത്ത് വരുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായല്ലോ? എൻ്റെ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ചെക്കന് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്കാണ് ഞാൻ ആദ്യമേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത്. ഓക്കെ, ഇനി സജിന പബ്ലിക്കായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫിറോസ് പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സജിനെ പബ്ലിക്കായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് വന്ന സാധനങ്ങളിൽ പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് പറയാം, ഇല്ലേ? മാന്യമായിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ വൃത്തികേടുകളൊന്നും പറയുന്നില്ല. ഫൈൻ, സജിന പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസ് കടയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസിക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസിക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. അയ്യോടാ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങളും ആരും കുറ്റക്കാരല്ല. സജിന കുറ്റക്കാരിയേ അല്ല, ഫിറോസ് കുറ്റക്കാരനേ അല്ല, അല്ലേ? ഇതാരെ ലോകത്തിന് അറിയിച്ചേ? സജിനയാണ്. സജിന ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പഴയ പോസ്റ്റുകൾ തൂക്കിയിട്ടുണ്ട്. സജിനയുടെ ശ്രദ്ധയ്ക്കാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഏത് മുഖത്തിൽ ഔച്ചിൻ്റെ വെച്ചിട്ട പോസ്റ്റ്, കുട്ടിക്കാൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞും അറിയാതെയും അറിയിച്ചും അറിയിക്കാതെയും ഒക്കെ പോസ്റ്റ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലടക്കം. മനസ്സിലായോ? പ്രഗ്നൻസിയുടെ പോസ്റ്റ്, മറ്റേ വാലൻറ്റൈൻസ് ഡേൻ്റെ പോസ്റ്റ് ഒക്കെ അപ്പോഴൊക്കെ സ്റ്റിക്കറായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേഷ്യം വന്നപ്പോൾ കുട്ടിക്കാനെ പിടിച്ച് നാട്ടുകാർ മുന്നിലിട്ട് കൊടുത്തു സജിന. എന്നിട്ടിപ്പോൾ പറയുകയാണ് നാട്ടുകാരാണ് ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. പിന്നെ ഈ ബന്ധം തകർത്തതും ഒക്കെ ഈ കുട്ടിക്കാണ് നിങ്ങൾ എങ്ങനെ മെനഞ്ഞെടുക്കുന്നതാണ് നാട്ടുകാരോടും വ്ളോഗേഴ്സിനോടും നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കണക്കെന്താ? 4 to 5 years. ഓക്കെ, ഈ 4 to 5 yearsലാണ് നിങ്ങളുടെ ഈ റിലേഷൻ തുടങ്ങിയതാണ്. നിങ്ങൾ തന്നെ ലൈവിൽ വന്നിരുന്നത്. വേണമെങ്കിൽ എന്നോട് പേഴ്സണലി നിങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസിന് ഇറങ്ങിയ സമയം മുതൽ നല്ല കണക്ഷനിലല്ല. ഓക്കെ, പിന്നെ പേഴ്സണലി പറയുന്നത് ഞാൻ ഇനി ഡ്രാഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വ്യക്തിയുള്ള റിലേഷൻ തുടങ്ങിയെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് അപ്പുറത്തെ സൈഡിൽ ഇപ്പം നിങ്ങൾ പറയുകയാണ് ഞാൻ ഈ വ്യക്തിയുടെ റിലേഷൻ തുടങ്ങി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫിറോസിന് ദേഷ്യം വരണമെന്നില്ല. പക്ഷെ ഫിറോസ് ഖാൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഈ വീഡിയോയിൽ അത് വയ്ക്കാം. കൈ കിട്ടിയാൽ ഇവനെ കൊല്ലാൻ നടക്കുന്ന പറയുന്നത് ആരെ? ഈ പറഞ്ഞ കുട്ടിക്കാൻ്റെ ഫയൽസിനെയാണ്, എപ്സ്റ്റീൻ ഫയൽസിൻ്റെ സാധനം വെച്ച് ഇയാൾ അടിച്ചത് ഫിറോസ് ഖാൻ. ദേഷ്യമില്ല. അയ്യോ, കൈ കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തു വിടും ഫിറോസ് ഖാൻ. നാട്ടുകാരെന്താ മൊത്തം പൊട്ടന്മാരാ സജിന? ഏതൊക്കെയോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് 4 നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വി ആർ മെച്യൂർ കപ്പിൾസ് കാണിക്കാൻ വേണ്ടി പരസ്പരം അഡൾട്ടറി പറയാതെ പോയി. ഓക്കെ, പക്ഷെ റിയൽ ലൈഫിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? വാട്ട് യു ഹാവ് ടോൾഡ് ടു അതേഴ്സ്? എന്നെ വിട്, ബാക്കിയുള്ളവരോട് നിങ്ങൾ പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊന്നും പൊട്ടന്മാരാ. നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ ഇവർക്കൊന്നും അറിയില്ലല്ലേ കഥകളൊന്നും. എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പറയാത്തോടത്തോളം കാലം വേണ്ട. ഏത് ലൈഫ് സ്പോയിൽ ചെയ്തത് ഇന്നൊരു വ്യക്തിയാണെന്നുള്ളതിലേക്ക് നമ്മളാരും എത്തുന്നില്ല. ഞാൻ എത്തുന്നില്ല എന്താണെങ്കിലും. മനസ്സിലായോ? ആ വ്യക്തിയായിട്ട് നിങ്ങളുടെ റിലേഷൻ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് ജീവിക്കും, ഒരു വിഷയമല്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പല പേഴ്സണൽ കാര്യങ്ങൾ കാണും. അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ആരാ പറഞ്ഞുണ്ടാക്കിയ? ഞാൻ ചോദിക്കുന്നത് എന്ത് ഗോസിപ്പ് അതിനകത്ത് നാട്ടുകാർ പറഞ്ഞു? മെയിൻ സ്ട്രീം ചാനലടക്കം വെച്ചിട്ട് മൂന്നാമതൊരാളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്? വർഷം പറയുന്നു. ഏത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്ര വർഷമായി എന്ന് പറയുന്നു, ലൈവിൽ വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫിറോസ് ഖാൻ ഈ പറഞ്ഞ വ്യക്തിയെ കൊല്ലാൻ നടക്കുന്നു. അതിൻ്റെ റീൽസ് കുത്തിപ്പൊങ്ങി വരുന്നു. പല ഇൻ്റർവ്യൂലായിട്ട് ഫിറോസ് ഖാൻ പറയുന്നു എൻ്റെ ജീവിതം തകർത്തത് ഇവനാന്ന് പറയുന്നു. ഏത് ഈ പ്രമുഖ അവാർഡ് കിട്ടിയ ആൾ. ഈ വീഡിയോയ്ക്ക് റിപ്ലൈ വീഡിയോ ആയിട്ട് ഫിറോസ് ഖാൻ ഇട്ട വീഡിയോയിലടക്കം പറയുന്നത് അതാ. നാട്ടുകാർ അന്നം തന്നെ അല്ലേ തിന്നണേ? അല്ലേ? സെപ്റ്റിക് ടാങ്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റു വാരി തിന്നുന്നതല്ലല്ലോ നാട്ടുകാർ ചെയ്യുന്ന പരിപാടി. ആണ് നിങ്ങളെപ്പോലെ തന്നെ. പിന്നെ മൂന്നാമതൊരാൾ ജീവിതം തൊലച്ചില്ല എന്നുള്ള പോയിന്റിൽ സജിന നിൽക്കണം. ഓക്കെ, നാളുകളിൽ വന്ന് ഫിറോസ് ഖാൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നപ്പോഴാണ് എൻ്റെ ജീവിതം തകർന്നതെന്നുള്ളത് ഇനി സജിനയും പറയരുത്. അങ്ങനെ പറയാതിരിക്കുമല്ലോ അല്ലേ? പറയാതിരിക്കണം. മനസ്സിലായോ? സജിനയുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നതുകൊണ്ട് സജിനയും ഫിറോസ് ഖാനുള്ള ജീവിതം തകർന്നു എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ഓക്കെ, അതാണ് സജിന പറഞ്ഞപ്പോൾ. അതായത് കുട്ടിക്ക വന്നതുകൊണ്ടല്ല ഞങ്ങളെ ലൈഫ് തകർന്നത്, കാരണം മൂന്നാമത്തെ ഒരാൾ ഉള്ളത് കൊണ്ടല്ല. എൻ്റെയോ ഫിറോസ് ഖാൻ്റെയോ ലൈഫിൽ മൂന്നാമതൊരാൾ, അതായത് നിങ്ങൾ രണ്ടുപേരുടെ ലൈഫിലേക്ക് ഒരാളുടെ ലൈഫിലേക്ക് വരാത്തത് കൊണ്ട് സജിനയുടെ ലൈഫിലേക്ക് ഒരാൾ വന്നിട്ടില്ല, ഫിറോസ് ഖാൻ്റെ ലൈഫിലേക്ക് ഒരാൾ വന്നിട്ടില്ല. അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ രണ്ട് പേർക്കും ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് വന്നിട്ടില്ല, അതുകൊണ്ടല്ല നിങ്ങൾ പിരിഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റീസൺസ് കൊണ്ട് പിരിഞ്ഞതെന്നാണ് സജിന ഈ വീഡിയോയിൽ പറയുന്നത്. സജിന നാളുകളിൽ വന്ന് ഇനി ഫിറോസ് ഖാൻ്റെ വിഷയത്തിൽ വേറെ ഒരാളുടെ പേരും മുണ്ടിപ്പോരുത്. ഓക്കെ, പറയാൻ പാടില്ല. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷേ ഞങ്ങൾ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസ് ഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളൊരു കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസ് ഖാൻ ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസിക്കയുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിൻ്റെ ഇടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്രണ്ട് ഫിറോസിക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസിക്കയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലെ ഒരു നമ്മൾ ഷിയാസിൻ്റെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവർ കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയില്ല ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? അവരുടെ മനസ്സിലത് വിഷമം തോന്നിക്കും. ഇത് നമ്മൾ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസ്ഖായെ വിളിച്ചു നോക്കി, ഫിറോസ്ഖ ഇങ്ങനെയാണോ? ഫിറോസ്ഖ എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോൻ്റെ കാര്യത്തിന് ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലി ആയിട്ട് നിൽക്കുക. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ആരെയും ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാളത്തെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ,
അത് അത് ആ ആൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ആൾ കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് ദയവ് ചെയ്ത് പറയരുത് പ്ലീസ്. റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഞാനോ ഫിറോസ് വന്ന് പറയണം. അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ശരി, ഇതിപ്പോൾ കണ്ടു നിന്നവരാണോ പ്രശ്നക്കാർ, അല്ലെങ്കിൽ സംസാരിച്ചവരാണോ വിഷയക്കാർ? ഇതിന്ന് ഒരു കാര്യം ക്ലിയറാണ്. കുട്ടിക്കായിട്ടുള്ള ബന്ധം പറയുമ്പോൾ സജിനയ്ക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആ ബന്ധം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഓട്, ഒരു കുഴപ്പമില്ല, വിഷയമുള്ള കാര്യമില്ല. കാരണം ആരുടെയും പേഴ്സണൽ ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ പേഴ്സണലി പോകാറില്ല, എനിക്കതിന് താല്പര്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികൾ അവരിതെങ്ങനെ എടുക്കും, ആ ഒരു ചിന്ത എപ്പോഴും വേണം. മനസ്സിലായോ? ആ ഒരു ചിന്ത അത്യാവശ്യമാണ്, അത് വേണം. പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി സജിന കാണിക്കാത്തതുകൊണ്ട് സജിനേൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഈ വള്ളി. ഓക്കെ, അത് സജിനയായിട്ട് തന്നെ തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ടല്ലോ, നോക്ക്. ഓക്കെ, ഇനി ഒരു വിഷയമില്ലാത്ത ഫിറോസ് ഖാൻ. സജിന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഫിറോസ് ഖാൻ ഇതൊന്നും ഒരു സീനേ അല്ല. ഫിറോസ് ഖാനും സജിന ഇപ്പോഴും മച്ചാത്തിയാണ്, ഒരു വിഷയമില്ലാത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംസാരിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് പോയത്. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിറോസ് ഖാൻ്റെ റിപ്ലൈ വന്നു. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പം ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. എങ്ങനെ ഇരിക്കുന്നത്? ഫിറോസ് ഖാൻ ഒന്നും പറയാതെ ഒരുപാട് പറഞ്ഞു അല്ലേ? ഞാനും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കർമ്മ. കുട്ടിക്കാർക്ക് ഈ കർമ്മ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാ. ആ ചെക്കൻ്റെ, ആ കാറുകാരൻ്റെ ആ കർമ്മ നിങ്ങളെ തലയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി വിട് നിങ്ങൾ. ഫിറോസ് ഖാൻ്റെ കർമ്മ പിന്നെ നിങ്ങൾ എന്തോ ചെയ്യുക, അത് നിങ്ങളെ പേഴ്സണൽ സാധനം. ഒന്നും എനിക്ക് പേഴ്സണലി ഇടപെട്ട് വന്ന് സംസാരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാനായിട്ടൊന്നും എടുത്ത് പറയാനോ സംസാരിക്കാനോ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഓപ്പണായിട്ട് പബ്ലിക്കിൽ വന്നാൽ എൻ്റെ ചാനൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാനിത് സംസാരിക്കും, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ കാറുകാരൻ ചെക്കൻ്റെ വിഷയം അതൊരു വല്ലാത്ത കർമ്മയാണ്. കുട്ടിക്കാക്കാണെങ്കിലും സജനത്താക്കാണെങ്കിലും രണ്ടുപേർക്കും. ചെക്കൻ ഒഴിവാക്കി വിട്. ആ കേസ് ചെക്കൻ്റെ തലേന്ന് എടുത്തു കൊടുക്ക്. പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെവിടെയും മുഖം കാണിക്കണമെന്നോ നിങ്ങൾ 10 ആളെ മുന്നിലോ എന്ന് പറയണമെന്നില്ല. ലോകമറിയുന്ന ഒരു ആർട്ടിസ്റ്റല്ലേ, നാണം കെടണ്ട. നാണം കെടുത്താനൊന്നും താല്പര്യമില്ല, മനസ്സിലായോ? ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ലോകത്തുള്ള എല്ലാ മീഡിയാസും ഏറ്റെടുക്കും. ബിക്കോസ് അത്രയും വലിയ റെക്കഗ്നീഷൻ വാങ്ങിയ ഒരാളാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഇട്ടാൻ വിട്ട 4 ചാനലിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ നിങ്ങളുടെ ഒരു പവറൊക്കെ ഉപയോഗിച്ച് പല ചാനലുകളിൽ നിങ്ങൾക്ക് മിണ്ടാതിരുത്താൻ പറ്റും. ബട്ട് ആഫ്റ്റർ സം ടൈം ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദിസ്. ഒരു ലെവൽ വിട്ട് പോകും ചിലപ്പോൾ. അങ്ങനെയൊന്നും കാര്യങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആക്കേണ്ടതായിട്ടുള്ള താല്പര്യങ്ങളും ആർക്കും ഇല്ല. ആ BMW ചെക്കന് വളരെ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് അയാളുടെ ലൈഫ് നിങ്ങൾ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സ്പോയിൽ ചെയ്തു, ആ കള്ളക്കേസ് മാറ്റി കൊടുക്കുക. ആ കള്ളക്കേസ് മാറ്റി കൊടുത്താൽ അവൻ ആ കാറ് അവൻ്റെ കയ്യിൽ കിട്ടിയ, നിങ്ങൾ അവനിട്ട് കൊടുത്ത പൈസ അവൻ തിരിച്ചു തരും. നിങ്ങൾ ഒരു നയ പൈസ അവന് വേണ്ട, എക്സ്ട്രീം വേണ്ട, ഒന്നും വേണ്ട. അവൻ്റെ ആ കാശിൻ്റെ ഭാഗം ഒഴിഞ്ഞു കിട്ടും.
പിന്നെ അവനുണ്ടാക്കി വെച്ച ചീത്തപ്പേര്, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ചീത്തപ്പേര്, അതിന് വളരെ മാന്യമായിട്ടൊരു വോയിസ് ഇട്ട് കൊടുത്തിട്ട് പോവും അവന്. മനസ്സിലായി? ഒരു വോയിസ് മതി. അതൊരു കേസിൻ്റെ ബലം വയ്ക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്തതാണ്. കാർ അവിടുന്ന് എടുത്തു കൊണ്ടുപോയത് ഞാൻ എഗെയിൻ പറയുന്നു, പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഇതിൻ്റെ RC മാറിയിട്ടുണ്ടോ ഇല്ലേ, RC ആ വ്യക്തിയുടെ പേരിൽ തന്നെ ആയിരുന്നു, അതായത് കാറ് കൊടുത്ത് ഈ ചെക്കൻ്റെ പേരിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് അവൻ എടുത്തിട്ട് പോവാം. മനസ്സിലായില്ലേ? RC ഇനി അല്ല സജിനേൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ കാർ എടുത്തു കൊണ്ടുപോയ ആ ഒരു പ്രവർത്തിക്ക് നിങ്ങൾ അവനെ ശിക്ഷിച്ചോ. അല്ലാതെ മുഖ്യമന്ത്രിനെ വിളിച്ച് പറഞ്ഞു, DGPനെ വിളിച്ച് പറഞ്ഞു, എന്തുവാണ് ഇത്? അവന് മറ്റേ സ്വർണം കട്ട കള്ളനാക്കി. കൊള്ള കളികൾ എന്താണെങ്കിലും. അപ്പോൾ ആ കർമ്മം ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് ലൈഫിൽ അത്രയും അനുഭവിക്കേണ്ട. മനസ്സിലായില്ല? ഇങ്ങനെ വരും, ഹോണ്ട് ചെയ്ത് പിന്നാലെ വരും. ഇന്നിപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും. മനസ്സിലായില്ല? അങ്ങനെ അത്രയും ഉണ്ട് ആ ചെക്കൻ്റെ വേദന, നമുക്കറിയാത്. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എനിക്ക് ഈ വിഷയത്തിൽ. ഞാൻ എന്താ പറയുക, ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഉണ്ടാവാതെയാണോ ഞാൻ സംസാരിക്കണമെന്നുള്ളത്. ആ ചെറിയൊരു 9 സെക്കൻഡ് സാധനം കേട്ടപ്പോൾ മനസ്സിലായല്ലോ, മിനിറ്റുകൾ നീണ്ട സാധനങ്ങളുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫും പരിപാടികളൊന്നും താല്പര്യമില്ലാതെയൊന്നും പോകാൻ. ഓക്കെ, ഇങ്ങോട്ട് ചൊറിയാനോ ഉപദ്രവിക്കാനോ വരാൻ നിൽക്കരുത് പ്ലീസ്, വരരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ പാട്ടിന് പോകും. എനിക്ക് ആ കാറുകാരൻ്റെ വിഷയം കഴിഞ്ഞാൽ ഐ വിൽ മൂവ് ഓൺ ഫ്രം ദിസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക്കിൽ വരുന്നത് മാത്രമേ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ നിൽക്കുള്ളൂ. ഞാനായിട്ട് ഒന്നും എടുത്തിടാനോ ഇതിനോ ഞാൻ വരില്ല. പബ്ലിക്കിൽ വന്നാൽ പറയും, ദാറ്റ്സ് ഇറ്റ്. അല്ലാത്ത വിഷയങ്ങളിലേക്കൊന്നും ഞാൻ വരില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്തല്ലേ ഒരുത്തൻ കച്ചവടം ചെയ്ത് ജീവിച്ചവന് ഇങ്ങനെ വള്ളി വെച്ച് കൊടുത്ത് അപ്പം കിട്ടി കർമ്മം.